ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിത്തിര ചായ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗുളിക പൊട്ടിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പം മല്ലികാമ്മ കാണാതെ ആട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അത് നല്ലതുപോലെ കലക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഇട്ട് കൂടുതൽ ഇട്ടാട്ടോ കൊടുക്കുന്നത്, കാരണം ചൊവയൊന്നും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ചായയുമായിട്ട് മല്ലികാമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. മല്ലികാമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ജോലി പോയി, ഇനി ഒരു ജോലി എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അവർ പറഞ്ഞ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചായ കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മ മണത്ത് നോക്കുന്നു. നല്ല മണം ഉണ്ടല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചായ അങ്ങോട്ട് കുടിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. ചായ കുടിക്കുമ്പോൾ ചിത്തിരി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മയ്ക്കെങ്ങാനും മനസ്സിലാവുമോ മരുന്നിട്ട് കലക്കിയിട്ടുണ്ടെന്ന്, മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ ചായ കുടിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മയ്ക്ക് അതെന്തൊരു പന്തികേട് തോന്നുക കേട്ടോ ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ചൊവ അനുഭവപ്പെടുന്നു. അപ്പോൾ ഉടനെ ഇതെന്താ ഈ ചായ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനെന്താ പ്രത്യേകിച്ചൊരു ചൊവയെന്ന് പറയുന്നു. ചൊവയുണ്ടോ, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചിത്തിരയുടെ കയ്യിലിരിക്കുന്ന ചായ കുടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ശരിയാ, ഇതിലൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആയിരിക്കും, വെള്ളമൊക്കെ മാറിയില്ലേ, നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നില്ലേ, അതിൻ്റെ ആയിരിക്കും. വെള്ളത്തിൻ്റെ ഒന്നുമല്ല, ഇതിൽ വേറെ എന്തോ കുഴപ്പമാണെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ചിത്തു പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആ പട്ടാള ബാരിക്കേഡിലായിരുന്നു, ചായയൊന്നും ഉണ്ടാക്കി എനിക്കിപ്പോൾ ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും, ചായപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ചിലപ്പോൾ കൂടിപ്പോയതായിരിക്കും എന്ന് പറയും കേട്ടോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് മല്ലികാമ്മ പറയുന്നു. അങ്ങനെയൊക്കെ വരാം അച്ചമ്മേ, ഒരുപാട് നാളായില്ലേ ഞാൻ ചെയ്തിട്ട്, അതാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നാലും ഇനി എന്ത് ചെയ്യും ചിത്തു, ഇനി ഒരു പുതിയ ജോലി കണ്ടുപിടിക്കണമല്ലോ. ഇനി പുതിയ ജോലി ഇല്ലാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മടിച്ചു പോകുമല്ലോ എന്നൊക്കെ മല്ലികാമ്മ പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തു പറയുന്നു, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ, ഇവിടെ ഇങ്ങനെ എനിക്ക് ഇരിക്കാനൊന്നും പറ്റൂല എന്ന് മല്ലികാമ്മ പറയട്ടോ ചെയ്യുന്നത്. അച്ചമ്മ ഒന്ന് റെസ്റ്റ് എടുക്ക്, സമാധാനപ്പെടും, നമുക്കൊരു ജോലി എങ്ങനെയെങ്കിലും തരപ്പെടുത്താന്നേ ഞാനല്ലേ പറയുന്നതെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നാൽ വല്ല സൂപ്പർ മാർക്കറ്റിലും പോയാലോ, അടുത്ത പാക്കിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ നിൽക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ചിത്തു പറയുന്നു, അതൊക്കെ ഒരുപാട് സമയം നിൽക്കണം, അതാ ഒരു പ്രശ്നം, ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. തയ്യക്കട ഇവിടെ അടുത്തുണ്ടല്ലോ വേറെ, അവിടെ പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിത്തു പറയുന്നു, അത് വേണ്ട, തയ്യ ജോലി ഇനി വേണ്ടാന്ന് പറയട്ടോ ചെയ്യുന്നത്. ചായ കുടിച്ചിട്ട് അച്ഛമ്മ ഇനി ഇവിടുന്ന് പോയാൽ മതി, ഇല്ലെങ്കിൽ കൊണ്ടുപോയി കളയുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മല്ലികാമ്മയെ കൊണ്ട് ചായ കുടിപ്പിക്കുന്നു. മല്ലികാമ്മ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പുതിയ ജോലി തേടി പോകുന്നു മനസ്സിലാക്കുന്ന ചിത്തു സുജയുടെ അടുക്കിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സുജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചിത്തുവിനെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ സുജ എടുക്ക വന്ന് ചിത്തിര പറയുന്നുണ്ട്, ഞാൻ ആൻറ്റിയുടെ ഒരു സഹായത്തിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞു. എന്ത് സഹായമാണ് വേണ്ടതെന്ന് സുജ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അച്ചമ്മയുടെ ജോലി ഞാൻ പറയിപ്പിച്ചിട്ടാണ് അത് അവരെ പറഞ്ഞു വിട്ടത്. അച്ചമ്മ എന്നാലും വെറുതെ ഒന്നും വീട്ടിലിരിക്കുമെന്ന് തോന്നുന്നില്ല, വേറെയും ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറ. എന്ത് ചെയ്യാനാ മോളുടെ ഉദ്ദേശമെന്ന് സുജ ചോദിക്കുന്നു. ഞാനൊരു വഴി പറയാം, ആൻറ്റി ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്, ഷാജിയങ്കിൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിക്കും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, ആൻറ്റി എന്തായാലും നാളെ മുതൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറയും. അതെന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് സുജ. അല്ല, ഞാനൊരു വഴി പറയാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങണം, ഏതെങ്കിലും കടയുടെ ഒരു ഓർഡർ എന്തെങ്കിലും പിടിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇനി ഓർഡർ ഉണ്ടെന്ന് ചുമ്മാതെ പറയുമെങ്കിലും ചെയ്യാം അച്ചമ്മയെ വീട്ടിലിരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തയ്ക്കുകയൊക്കെ ചെയ്യാം, ആൻറ്റിക്ക് സമയം പോവുകയും ചെയ്യും, പകൽ സമയം മൊത്തം ആൻറ്റിക്കും അവിടെ സ്പെൻഡ് ചെയ്യാം, അച്ചമ്മയെ എങ്ങോട്ടും പോകത്തില്ല, അച്ചമ്മയെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ജോലി ഉള്ളതുകൊണ്ട് അച്ചമ്മയെ അവിടെ ഇരുന്ന് ചെയ്യും, അച്ചമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ സുജ പറയുന്നുണ്ട്, അത് നല്ല വഴി തന്നെയാണ് മോളെ, ഇവിടെ ഷാജിയേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ നാളെ മുതൽ അങ്ങോട്ടേക്ക് വരാം, ചിത്തു പറഞ്ഞതുപോലെ ചെയ്യാമെന്നും പറയുന്നു. ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്, അച്ചമ്മ ഒരിക്കലും അറിയാനായിട്ട് പാടില്ലെന്നും, ഒന്നും അറിയാത്തതുപോലെ ആൻറ്റിയുടെ ഐഡിയ ആയിട്ട് ഇത് വന്ന് അവതരിപ്പിക്കണമെന്നും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നോളാമെന്നും പറയുന്നു. അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഓപ്പറേഷന് വലിയ തുക വേണ്ടേ ചിത്തു, അതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിക്കണം, മഹേഷ് മാമനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും എന്തെങ്കിലും വഴി മാമൻ ഉണ്ടാക്കി തരുമെന്നും ചിത്തിര പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് മഹേഷിൻ്റെ അടുക്കാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ണമെന്നും അച്ചമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പണം സംഘടിപ്പിക്കേണ്ടതെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നിസാരമല്ല എന്നും വലിയ ലക്ഷക്കണക്കിന് തുകയാണ് വേണ്ടതെന്നും മഹേഷ് പറയുന്നു. മോൾ എന്ത് ജോലി ചെയ്യാനാണെന്നും ചോദിക്കുന്നു. എനിക്ക് ജോലി വേണ്ട മാമ, എനിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം മതി എന്ന് പറയുന്നു. ജോലി അല്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു വഴി മാമൻ വിചാരിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നും ആ ഒരു വഴി തേടിയാണ് താൻ വന്നതെന്നും പറയുന്നു. മോളെ, അത് ഉറപ്പൊന്നുമില്ല അങ്ങനെ ഒരു വഴി കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന്. പിന്നീട് മോളെ എന്നെ കുറ്റം പറയത് ഒരു വഴിയും തെളിഞ്ഞില്ലെങ്കിലെന്ന് പറയുമ്പോഴത്തേക്കും ചിത്തു പറയുന്നുണ്ട് കേട്ടോ, വഴിയൊക്കെ തെളിയും മാമ മനസ്സ് വെച്ചാൽ മാത്രം മതി, താൻ പാതി ദൈവം പാതി എന്ന് അച്ചമ്മ എപ്പോഴും പറയും. അപ്പം നമ്മുടെ പാതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും, ബാക്കി തുക നമ്മളെ തേടി തന്നെ വരും. എന്തായാലും ചുമ്മാതെ ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല, ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തത് അച്ചമ്മയെ നോക്കാൻ മാത്രമല്ല എന്നും ഈ അച്ചമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള തുക സംഘടിപ്പിക്കാനുള്ള വഴിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നടക്കും മാമനല്ലാതെ എനിക്കിതൊന്നും പറയാൻ വേറെ ആരുമില്ല എന്നും
അച്ചമ്മയുടെ ഈ അവസ്ഥയിൽ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കും, അച്ചമ്മയെ ഞാനല്ലേ നോക്കേണ്ടതെന്നും ഒക്കെ ചിത്തിര മഹേഷിനോട് പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹേഷിന് മനസ്സിലാവുന്നുണ്ട് ചിത്തിരയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല, എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ ചെയ്യുന്നത്. വഴി തെളിയുമെന്ന് ചിത്തിര ഉറപ്പിച്ചും പറയുന്നുണ്ട്. എന്തായാലും ചിത്തിരയ്ക്ക് ഒരു മാർഗം തെളിയാതിരിക്കില്ല കേട്ടോ. ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് ചിത്തിര. അതുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം ജോലി പോയി ചെയ്ത്, അതായത് ജോലി ചെയ്ത് എന്ന് പറഞ്ഞാൽ ബാലവേലയായി പോകുമല്ലോ, പോയി ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു വഴി ഉറപ്പായിട്ടും തെളിയും. അത് ചിത്തിരയുടെ കഴിവിനനുസരിച്ചും തന്നെ ആയിരിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്ന മല്ലികാമയുടെ ആ ദുരവസ്ഥയാണ്. ഗ്യാസ് കത്തിക്കാൻ വേണ്ടി മല്ലികാമ ലൈറ്റർ എടുത്ത് അടിക്കുന്നു. പക്ഷേ ഗ്യാസിൻ്റെ ആ ഒരു ബർണറിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. കണ്ണും പിന്നെയും മൂടുകയാണ് ചെയ്യുന്നത്. കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു. ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. എന്ത് പറ്റി അച്ഛമ്മയും ചോദിക്കുമ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്നില്ല ചിത്തു എന്ന് പറയുന്നു. അപ്പോഴാണ് ചിത്തിര പറഞ്ഞത്, ഗ്യാസ് കത്തിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെ, ഞാൻ ചെയ്യത്തില്ലായിരുന്നോ, അതിന് ഇപ്പോൾ വലിയ കാഴ്ചയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതല്ല, അന്ന് ഞാൻ തലകറങ്ങി വീണില്ലേ, അതുപോലെ തന്നെ കണ്ണിനൊരു മൂടൽ വരിക എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ചിത്തിരയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് മനസ്സിലായി വരുന്നുണ്ട് എനിക്കെന്തോ അസുഖമുള്ളൂ. അച്ഛമ്മ ഇതൊന്നും വിട്ടേ, സൂചി കോർക്കാനും ഈ ലൈറ്റർ ഇട്ട് കത്തിക്കാനും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്നു. അച്ഛമ്മയുടെ കാഴ്ചയൊന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല, നീ അച്ഛമ്മയ്ക്ക് നല്ല കാഴ്ചയില്ല, 2 ഉണ്ട കണ്ണല്ലേ ഉള്ളൂ എന്ന് പറയും. അതല്ല ചിത്തു, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് മല്ലികാമ്മ പറയുന്നു. ഒരു കുഴപ്പവും ഇല്ല അച്ഛമ്മയ്ക്ക്, അച്ഛമ്മ ഡബിൾ സ്ട്രോങ് അല്ലേ, ഇങ്ങനെയൊക്കെ വിഷമിച്ചാലോ, കാഴ്ചയില്ലെങ്കിൽ എന്താ, ആർക്കും ഇവിടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ ചിത്ര സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അയ്യോ, കാഴ്ച നഷ്ടപ്പെട്ടാൽ വലിയ പാടാ ജിത്തു, നമുക്കൊന്നും എടുക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റില്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നൊക്കെ മല്ലികാമ്മ ചോദിക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ എത്രയോ മഹാന്മാരായ ആൾക്കാരുണ്ട് കാഴ്ചയില്ലാത്തവർ, അവരൊക്കെ എന്താ ജീവിക്കാതെ മരിക്കുകയാണോ ചെയ്യുന്നത്, അതിനൊക്കെ പറ്റുമെന്ന് പറയും. നമുക്കിപ്പോൾ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു കളി കളിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്ത് കളി, ഇപ്പോഴത്തെ സമയത്ത് ഞാനില്ല ഒരു കളിക്കുമെന്ന് മല്ലികാമ്മ പറയും. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം നമ്മളിപ്പോൾ കളിക്കാത്തതാ, കണ്ണ് കെട്ടി കളിക്കണോ അച്ഛമ്മേ, കളിക്കണോ എന്ന് പറഞ്ഞ് വാശി പിടിക്കാട്ടോ ചെയ്യും. ഒന്ന് പോ ചിത്തു, നമ്മളിപ്പോൾ കണ്ണ് കെട്ടി കളിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. കളിക്കണം എന്നിങ്ങനെ വാശി പിടിക്കുക. കളിക്കണോ, എന്നാൽ ഞാൻ പോയി തോർത്തെടുത്തുകൊണ്ട് വരാമെന്ന് ചിത്തിര പോകുമ്പോൾ മല്ലികാമ്മ കയ്യിലേക്കൊക്കെ നോക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതെന്താ ഇത്, എൻ്റെ കണ്ണ് കാണാൻ പറ്റാത്തെന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ടെൻഡൻസി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മല്ലികാമ്മ നോർമലിലേക്ക് വരും. പക്ഷെ അത്രയും നേരം കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ മല്ലികാമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിത്തിര വന്ന് കണ്ണ് കെട്ടി തുനിയുന്നത്. പിന്നെ അതൊരു പ്രാക്ടീസും ആവുമല്ലോ. അങ്ങനെ മല്ലികാമ്മയുമായിട്ട് കണ്ണ് കെട്ടി കളിക്കുന്നു. തോർത്ത് കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ മല്ലികാമ്മ കണ്ണ് കാണാൻ പറ്റാത്തവർ പോലെ ഇങ്ങനെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ മല്ലികാമ്മയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഇന്ന സാധനം ഇരിക്കുന്നു, അവിടെ ഈ സാധനം ഇരിക്കുന്നു, അങ്ങനെ ഒരു അന്ധയായ ആൾ നടക്കുന്ന പോലെ ചെയ്യുന്നു. ചിത്തിരയ്ക്ക് ഇത് വെച്ചിട്ട് മല്ലികാമ്മയ്ക്ക് ഒരു പ്രാക്ടീസ് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ മല്ലികാമ്മയുടെ ആ തോന്നൽ വരരുത് തനിക്കൊരു അസുഖമുണ്ടെന്ന്, അത് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ചിത്തിര നിന്ന് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ കാണാതെ. എന്തായാലും ആ കളിയിൽ മല്ലികാമ്മ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബാഗ് എടുക്കണം എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് മല്ലികാമ്മ ഡോറിൻ്റെ അടുക്കലെത്തുന്നു. ഡോറിൻ്റെ അടുത്തൊരു ടേബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ടേബിളിൻ്റെ സൈഡിൽ ബാഗ് ഇരിക്കുന്നു മനസ്സിലാകുന്നു. അങ്ങനെ കറക്റ്റായിട്ട് തപ്പി തടഞ്ഞ് ആ ബാഗ് എടുത്ത് മല്ലികാമ്മ ആ കളിയിൽ വിജയിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, അച്ഛമ്മയാൾ കൊള്ളാമല്ലോ, കറക്റ്റായിട്ട് ബാഗ് കണ്ടുപിടിച്ചു. എന്നിട്ടാണ് പറയുന്നത് എനിക്ക് കണ്ണ് കാണാൻ പാടില്ല, എനിക്കെന്തോ മാരകമായ അസുഖമാണ്. ഇപ്പം മനസ്സിലായോ അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കൃത്യമായിട്ടെല്ലാം ചെയ്തില്ലേ, അച്ഛമ്മ ഈ കളിയിൽ ജയിച്ചില്ലേ എന്നൊക്കെ ചിത്തു പറയാട്ടോ ചെയ്യുന്നത്. മോളെ, ഇത് വേറെ കളി വേറെ, കാഴ്ച നഷ്ടപ്പെടുന്ന വേറെ എന്ന് പറയും. ഇനിയിപ്പോൾ ചിത്തുവിൻ്റെ ടേണ, ചിത്തു കളിക്കാമെന്ന് പറയാം, നിൻ്റെ കണ്ണ് ഞാൻ കെട്ടാൻ പോകുന്നു എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും തന്നെ ചിത്തിര പറയാം അതൊന്നും വേണ്ടാന്ന് പറയും. പക്ഷേ അച്ഛൻ മല്ലികാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ചിത്തിരയുടെ ഉള്ളു കിടന്ന് വിങ്ങിയാട്ടോ ചെയ്യുന്നത്. കളിക്കാനായിട്ട് ചിത്തിരയുടെ കണ്ണ് കെട്ടാനായിട്ട് പോകുമ്പോൾ ചിത്തു പറയുന്നുണ്ട് ഇനി വേണ്ട, ഇന്ന് ഞാൻ മടിച്ചു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിര രക്ഷപ്പെടുക കേട്ടോ കണ്ണ് കെട്ടി കളിയിൽ നിന്ന്. അങ്ങനെയാണ് ഇന്നത്തെ സന്തോഷകരമായ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.